അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ന്യൂ ഇയർ സർവീസ് 2025 ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗുകളിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്, നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 661 6666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ തക്കോണം കർത്താവ് തരുന്ന അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിന് നിങ്ങളുടെ ലൈഫിൽ ചില ആത്മലോകത്തെക്കുറിച്ച് ചില ബോധ്യങ്ങളെ തരാനായി കഴിയും. നമ്മൾ പലപ്പോഴും ദൈവവചനം വായിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു വ്യക്തി ദൈവവചനത്തോടൊപ്പം ആയിരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ആ വ്യക്തിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേർഡ് എൻ്റെ അകത്ത് വന്നാൽ, ദൈവവചനം അകത്ത് വന്നാൽ, വചനം അകത്ത് കയറിയാൽ എൻ്റെ പുറമേയുള്ള തൊണ്ട, ചങ്ങലകൾ, ബന്ധനങ്ങൾ, പ്രശ്നങ്ങൾ അഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയുന്നില്ല. അതിന് വേണ്ടത് ആരെങ്കിലും ഒന്ന് തൊടണം, ആരെങ്കിലും വീട്ടിൽ കയറണം. ബ്രദറെ വീട്ടിലോട്ടൊന്ന് വരണേ. ബ്രദർ വലത്തെ കാലം ചവിട്ടിയ എടവേ നീ ശ്രദ്ധിക്കേ. നീ പ്രശ്നങ്ങൾ വരുമ്പോ ദൈവവചനത്തിനോടൊപ്പം ഇരുന്ന് അതിനെ ധ്യാനിക്ക്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു പ്രശ്നവും ഒരു ബാധയും നിന്റെ വീട്ടിനകത്തേക്ക് കയറത്തില്ല, ഒരു ബന്ധനവും നിന്റെ വീടിനെ തൊടത്തില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. യേശു പറഞ്ഞ വലിയ വിശ്വാസം നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാനല്ല. യേശു പറഞ്ഞ വിശ്വാസം കാണാതെ വിശ്വസിക്കുന്നവർ ബ്ലെസ്ഡ് ആണെന്നാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നവരുടെ മേലാണെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവർ, എല്ലാവരും പറഞ്ഞേ അനുഗ്രഹിക്കപ്പെടുക. കാണാതെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ മേൽ അനുഗ്രഹം വരുമെന്ന്. അത് ഒരു ഡീപ്പായ സ്റ്റേറ്റ്മെന്റ് ആണ് അനുഗ്രഹം. എല്ലാവരും പറഞ്ഞേ അനുഗ്രഹം. ശബ്ദകേർത്തി പറഞ്ഞേ അനുഗ്രഹം. ഈ അനുഗ്രഹം എന്ന വാക്കിനെ പലർക്കും തെറ്റായിട്ടാണ് വിചാരം മനസ്സിലായിട്ടുള്ളത്. അനുഗ്രഹം എന്ന വാക്ക് ഒരു പാക്കേജാണ്. എല്ലാവരും പറഞ്ഞേ ദൈവത്തിന്റെ അനുഗ്രഹം. എല്ലാവരും പറഞ്ഞേ ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത് ഒരെണ്ണമാണ് സമ്പത്ത് എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് സമാധാനം എന്ന് പറയുന്നത്, ഒരെണ്ണം എന്നാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് തലമുറകൾ എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് മൃഗസമ്പത്ത് എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നിങ്ങളെന്താ ആമയും പറയാത്ത? അനുഗ്രഹം എന്ന് പറയുമ്പോൾ തലയിൽ കൂടെ പോകുന്ന സമ്പത്ത് മാത്രമാണ്. അല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുമെന്നാ. അപ്പൊ ദൈവം അനുഗ്രഹിച്ചൊരാൾക്ക് എന്തുണ്ടായി വരും? ആ അനുഗ്രഹം എന്നൊരു പാക്കേജിനകത്ത് ആരെങ്കിലും കയറിയാൽ അയാളുടെ വീട്ടിനകത്ത് എന്തു വരും? സമ്പത്ത് വരാം. ഇപ്പൊ ഇല്ലെങ്കിലും അനുഗ്രഹത്തിലാണോ ജീവിക്കുന്നത്? സമ്പത്ത് വരും, ആരോഗ്യം വരും, നന്മകൾ വരും, ഉയർച്ചകൾ വരും. എന്താ നിങ്ങൾ കൈയടിക്കാതെ ആമയും പറയാതെ? അനുഗ്രഹം എന്ന് പറയുമ്പോഴേ തല ആളുകളെ തലയിൽ കൂടെ എന്തൊക്കെയാണോ പോകുന്നതെന്ന് ആർക്കറിയാം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നമുക്ക് ഒറ്റ കാര്യം അറിയാം, പിറ്റേ ദിവസം മുതൽ അബ്രഹാം സമ്പന്നനായി. എടേ അത് മാത്രമല്ല അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ കാര്യം. അനുഗ്രഹം ഒരു പാക്കേജാണ്.
ആ അനുഗ്രഹത്തെ കുറിച്ച് വേദവചനം പറയുക, ആരെങ്കിലും കാണാതെ, ആരെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ് കാണാതെ, ഒന്നും കണ്ടില്ലാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ അവർക്കത് കാണാൻ കഴിയുമെന്ന്, അനുഭവിക്കാൻ പറ്റുമെന്ന്. കൈകളടിച്ചൊരു നല്ല ആമേൻ പറ. ഞാൻ പ്രസംഗിക്കേണ്ടത് സ്പിരിച്വൽ വേൾഡാണ്, ആത്മലോകമാണ്. അതിലേക്ക് വരുവാ ഞാൻ കേട്ടോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് എന്തുവാ? ആത്മലോകം. സത്യത്തിൽ ആത്മലോകം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളും ഞാനും രക്ഷിക്കപ്പെട്ടപ്പോ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചപ്പോ എനിക്കും നിങ്ങൾക്കും എന്താ വന്നതെന്ന് മനസ്സിലാകണം. ഒരു വാക്യം വായിക്കാം, സങ്കീർത്തനം 119 അതിന്റെ 130 വാക്യം വായിക്കാം. സങ്കീർത്തനം 119 130 വാക്യം. ആ വാക്യം ഞാൻ വായിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ വായിക്കാം. ദ അൺഫോൾഡിംഗ് ഓഫ് യുവർ വേർഡ്സ് ഗീവ് ലൈറ്റ്സ്. വചനത്തിന്റെ അൺഫോൾഡിംഗ്, വചനം അഴിയുന്നത്, വചനം ഗ്രഹിക്കുന്നത്, വചനത്തെ തുറക്കുന്നത് വെളിച്ചം കൊണ്ടുവരും. അടുത്തിരിക്കുന്നവരോട് പറ, വചനം തുറന്നാൽ വെളിച്ചം ഉണ്ടാകും. പക്ഷെ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ, കുറച്ചും കൂടെ നല്ല ട്രാൻസ്ലേഷൻ അവിടെ എഴുതിയിരിക്കുന്നത് ദ എൻട്രൻസ് ഓഫ് ദൈ വേർഡ് എന്ന് പറഞ്ഞാൽ വചനം ആരുടെ അകത്ത് കയറിയാൽ. എല്ലാവരും പറഞ്ഞേ, വചനം ആരുടെയെങ്കിലും അകത്ത് കയറിയാൽ. ഉറക്കെ പറ, വചനം ആരുടെയെങ്കിലും അകത്ത് കയറിയാൽ അവന് എന്തോ ഉണ്ടാകുമെന്ന്? വെളിച്ചം ഉണ്ടാകുമെന്ന്. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തേക്ക് ദൈവവചനം വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ടാകും. എല്ലാവരും പറ, വെളിച്ചം. ശബ്ദകീർത്തി പറ, വെളിച്ചം ഉണ്ടാകും. ശബ്ദകീർത്തി പറ. ഏതെല്ലാം മേഖലയിൽ വെളിച്ചം? നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം ഉണ്ടാകും, നിങ്ങളുടെ ബുദ്ധിയിൽ വെളിച്ചം ഉണ്ടാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നിങ്ങളുടെ സോളിൽ വെളിച്ചം ഉണ്ടാകും, നിങ്ങളുടെ ദേഹത്തിൽ വെളിച്ചമുണ്ടാകും. നിങ്ങളുടെ ഹോൾ ബോഡി ദൈവിക വെളിച്ചത്തിനകത്തേക്ക് പ്രവേശിച്ച ദിവസമാണ് യേശുവിൽ വിശ്വസിച്ച ദിവസം. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ ഞാൻ. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ ശബ്ദകീർത്തി പറയാവോ? അപ്പൊ ദൈവവചനം, ദൈവവചനം ഞാൻ സ്വീകരിച്ചപ്പോ, ദൈവവചനം വന്നപ്പോ എന്നിൽ എന്താ ആദ്യം ഉണ്ടായേ? എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടായി. എല്ലാം മനസ്സിലാകാൻ തുടങ്ങി, ശരിയും തെറ്റും പിടികിട്ടാൻ തുടങ്ങി, കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകാൻ തുടങ്ങി, എൻ്റെ പാതയ്ക്ക് വെളിച്ചമാകാൻ തുടങ്ങി, എൻ്റെ വഴിക്ക് പ്രകാശമാകാൻ തുടങ്ങി, എൻ്റെ ചിന്താഗതി മാറാൻ തുടങ്ങി. എന്ന് പറഞ്ഞ വചനം അകത്ത് കയറുമ്പോ എൻ്റെ ആകം വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ടാ ബൈബിളിൽ പറഞ്ഞ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ക്രിസ്തുവിന്റെ വചനം എന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ച് കേൾക്കുക, അതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, അതാണ് വചനം എന്ന് പറയുന്നത്. അത് എൻ്റെ അകത്തേക്ക് വരുമ്പോൾ എന്തോ ഉണ്ടാകുന്നു? എനിക്ക് വിശ്വാസം ഉണ്ടാകുമെന്ന്. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, വചനം അകത്ത് വരുമ്പോൾ വെളിച്ചം ഉണ്ടാകും. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് വചനം വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. ഇതൊരു മിസ്റ്ററിയായി പൗലോസ് പറയുന്നത് കേട്ടോ, ഒരു രഹസ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതേ സ്ഥലം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ട് മൂടിക്കിടക്കും. ഈ ഇരുട്ടില് എന്തെങ്കിലും കാണാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ ഇതിനകത്ത് ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ടാൽ മാത്രമേ എൻ്റെ ഫിസിക്കലായ കണ്ണുകൾക്ക് ഇവിടെ നടക്കുന്നത് കാണാൻ കഴിയത്തുള്ളൂ. എത്രത്തോളം വെളിച്ചമുണ്ട് എന്ന് ഉദാഹരണം പറഞ്ഞ, ഈ ഹോളില് രാത്രി ആയാൽ ഇവിടെയാണ് ലൈറ്റ് ഇട്ടുള്ളതെങ്കിൽ ആ പുറകിലെ ഹോളിനകത്ത് എന്ത് നടന്നാലും നമുക്ക് കാണത്തില്ല, ഇരുട്ടായിരിക്കും. അല്ലെങ്കിൽ ആ കുളിമുറിക്കകത്ത്, ബാത്റൂമിനകത്ത് വെളിച്ചം ഉണ്ടായില്ലെങ്കിൽ അവിടെ ഇരുട്ടായിരിക്കും, എന്താ നടക്കുന്നത് കാണത്തില്ല. ഈ വെളിച്ചം ഈ കണ്ണിന് കാണാൻ കഴിയും. ഈ കണ്ണിന് കാണാൻ കഴിയണമെങ്കിൽ ഇവിടെ ലോകത്തിലെ വെളിച്ചം വേണം. ഒന്നുകിൽ ലൈറ്റ് വേണം, അല്ലെങ്കിൽ സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. എന്നാൽ ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തേക്ക് വരുമ്പോ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടാകും. ഈ അകത്തെ വെളിച്ചത്തിന്റെ പ്രത്യേകത, അത് ഇന്നലകളെ കാണാൻ കഴിയും, നാളെ കാണാൻ കഴിയും. ആമേൻ. അതിനെ ആ വേദപുസ്തകം വിളിച്ച വിശ്വാസം.
2025 എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദപുസ്തകം വേർഡ് അകത്ത് കയറുമ്പോൾ എൻ്റെ അകത്ത് വെളിച്ചമുണ്ടാകും. എനിക്ക് ദൂരെയുള്ളത് കാണാൻ കഴിയും. വിശ്വാസം എന്ന് പറയുന്നതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:7 പറഞ്ഞത് വിശ്വാസത്താലാണ് നിങ്ങൾ നടക്കുന്നത്, കാഴ്ചയാലല്ല. പുറത്തെ കണ്ണിലെ കൊണ്ടല്ല നടക്കുന്നത്. അകത്ത് നിങ്ങൾക്ക് വിശ്വാസം തന്നൊരു കാഴ്ചയുണ്ട്. അത് ദൂരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ചയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം ഉണ്ടായാൽ എൻ്റെ ദൂരെയുള്ള കാര്യം, എൻ്റെ വഴി എനിക്ക് എന്ത് മനസ്സിലാകും. മാത്രമല്ല എനിക്ക് ദൂരെയുള്ളത് മനസ്സിലാകും. എൻ്റെ 2040 എന്ത് സംഭവിക്കും എനിക്ക് പിടികിട്ടും. 2004 ഞാൻ ഈ ഹോളിന്റെ പുറകിലെ ഹോളിൽ ഇരുന്ന് ഒരു പ്രവചനം പറഞ്ഞു. നമ്മുടെ ഹോളിന്റെ ഇപ്പുറത്ത് കൂടെ ഒരു വഴി വരുമെന്ന്. അന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പലരും ചിരിച്ചു. അത് ഈ കുരിശുമൂട്ടിന് മുമ്പിൽ ഒന്ന് കയറുമെന്ന് എൻ്റെ കൂടെ ഉള്ള ആളുകൾ വരെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു അഞ്ചലിലെ ടൗണ് ഇങ്ങോട്ട് മാറുമെന്ന്. മോനിമാമ ശരിയാണോ? 2004 പറഞ്ഞത്. 2010-15 ഗവൺമെന്റിന് പഞ്ചായത്തിന് അങ്ങനെ തോന്നൽ വന്നത്. പക്ഷെ പഞ്ചായത്തിന് തോന്നൽ വരുന്നേക്കാൾ മുമ്പ് സ്വർഗത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അഞ്ചലിലെ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത് മുഴുവൻ ആളുകൾ കൂടുന്നതും ഈ ഹോളും ഇതിന്റെ പരിസരവും മതിയാകാത്തതുമായ ഒരു സീസൺ വരുന്നു. അത് ആരടച്ചാലും അടയത്തില്ല, ഒരു ശത്രു അടച്ചാലും വരയത്തില്ല. പകരം ഇതിനകത്ത് കൊള്ളാനും പുറത്തു കൊള്ളാനും അകത്തു നിൽക്കാനും പുറത്തു നിൽക്കാനും കഴിയാത്ത വിധത്തിൽ ഒരു സീസൺ എഴുന്നേൽക്കുന്നു. സീസൺ ഈസ് കമ്മിങ്. അത് ബ്രദർ എങ്ങനെയാ കണ്ടേ? അതെങ്ങനെയാ കണ്ടേ? അത് ഈ കണ്ണുകൊണ്ടല്ല, പകരം എൻ്റെ അകത്തെ കണ്ണുകൊണ്ട്. ആ അകത്തെ കണ്ണിന്റെ പ്രകാശം എങ്ങനെയാ? അത് ദൈവത്തിന്റെ വചനമോ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും അകത്ത് ദൈവവചനം കയറിയാൽ അയാൾക്ക് ദൂരെയുള്ള കാണാൻ കഴിയും. ബ്രദറിന്റെ അടുക്ക് വരണ്ട, ഒരു പ്രവാചകന്റെ അടുക്ക് പോണ്ട. പകരം നിന്റെ അകത്ത് വേർഡ് കയറിയാൽ ദൂരെ കാഴ്ചയുണ്ടാകും. കുഞ്ഞുങ്ങൾ കേൾക്കുന്നോ? ബൈബിളിനോടൊപ്പം ഇരിക്കണം. ചുമ്മാ വായിക്കണം. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. വീണ്ടും വായിക്കണം. മനസ്സിലായാലും കുഴപ്പമില്ല. ഞങ്ങൾ വായിച്ചപ്പോഴൊന്നും പിടികിട്ടിയില്ല, എന്തൊക്കെയോ തോന്നി. പക്ഷെ വീണ്ടും വായിച്ചു, ഒന്നും മനസ്സിലായില്ല, ബോറടിക്കുന്ന പോലെ തോന്നി. പക്ഷേ എപ്പോഴും ഒരു ദിവസം ഒരു വാക്യം ഓർമ്മ വന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യത്തിന്റെ ചിന്ത തോന്നി. ആ സമയം മുതലേ അകത്താരോ പ്രവർത്തിക്കുന്നത് പോലെ തോന്നാൻ തുടങ്ങി. ദാഹിക്കുന്നവരാ എൻ്റെ അടുക്കൽ വരേണ്ടത്. നീർത്തോടിന്റെ അടുക്കിലേക്ക് മാൻപേട പോകുന്നത് പോലെയാ പോകേണ്ടത്. അവിടെയാ സക്സസ് ഇരിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ഒരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് എത്ര ദൈവിക വേദപുസ്തകത്തിന്റെ ബോധ്യങ്ങളുണ്ടോ, എത്ര അറിവ് ദൈവവചനത്തിന്റെ സത്യങ്ങൾ നിങ്ങളുടെ അകത്ത് മനസ്സിലായോ, ആ മനസ്സിലാകുന്ന അനുസരിച്ച് നിങ്ങളുടെ അകത്തെ വെളിച്ചവും വർദ്ധിക്കും. കൈയടിച്ചില്ലല്ലോ, നിങ്ങൾ ഒരു ആമീൻ പറഞ്ഞില്ലല്ലോ, ശബ്ദ ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഇതിന് വലിയ കാര്യം പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ അകത്ത് നിങ്ങൾ വചനം എത്ര സ്വീകരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമുക്ക് വേദപുസ്തകം പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ വചനമായിരുന്നു. ദൈവം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ വചനം ജഡം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്തതായിരുന്നു യേശു ക്രിസ്തു. നിങ്ങളത് ആമീൻ പറയാത്തെ എന്ന് പറഞ്ഞ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. എല്ലാവരും പറഞ്ഞ് വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. യേശു എന്ന് പറയുന്നത് വചനമായിരുന്നു. വചനം ജഡമായതാണ് ഈ ഭൂമിയിൽ യേശുവായിട്ട് അവതരിപ്പിച്ചത്. അതേ വചനമാണ് എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചത്. യേശു കർത്താവ് മുഴുവൻ വചനമായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ജനിച്ചത് അതേ വചനത്താലാണ്. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? തെസ്സലോനി ലേഖനം പറയുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചമാണ് എങ്കിൽ ഞാൻ ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ ചെറിയ വെളിച്ചമാണ് ഞാൻ നിങ്ങളെന്ന് പറയുന്നത്.
ദൈവം ആരാണ്? അടുത്തുകൂടാൻ കഴിയാത്ത വിളിച്ചുവോ. അതിനു വേണ്ടിയാ ദൈവം എന്ത് ചെയ്ത് എന്നെ വചനത്താൽ ജനിപ്പിച്ചതാ. വചനം എന്താണ്? വിളിച്ചോ. യേശു എന്താണ്? വചനമോ. അടുത്തുകൂടാത്ത വിളിച്ചോ ആരാ? യേശുവോ. അത് എൻ്റെ അകത്തേക്ക് വന്നപ്പോ ഞാൻ അകം വിളിച്ചുപോയി. എൻ്റെ കൂടെ എത്തിയ ഒരു നല്ല ആമയും പറഞ്ഞേ. ആരേ ഒരാളോട് ചോദിച്ചു, ബ്രദറെ എനിക്ക് ആത്മഗോളത്തെയും ആത്മലോകത്തെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കണമെന്നും അതിൽ വളരണമെന്നും ആഗ്രഹമുണ്ട്. ശ്രദ്ധിക്കേ, ദൈവം വെളിച്ചമായിരിക്കുന്ന പോലെ ആത്മലോകവും വെളിച്ചമാണ്. വെളിച്ചത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് സകല ദൂതന്മാരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്താൽ ഞാൻ ജനിക്കപ്പെടുമ്പോ ഞാൻ വെളിച്ചമായെങ്കിൽ മാത്രമേ ആ വെളിച്ചമാകുന്ന ആത്മലോകത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഞാൻ എന്തായി? വെളിച്ചമായി. എഫേസ്യ ലേഖനം പറയും നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ആരാ? വെളിച്ചത്തിന്റെ മക്കൾ. നമ്മൾ ആരാ? വെളിച്ചത്തിന്റെ മക്കളാന്നാ പറയുന്നേ. നമ്മൾ ആരാണ്? വെളിച്ചമായി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനു ദൈവം നമ്മളെ വെളിച്ചമാക്കി? എന്തിനു നമ്മളെ വെളിച്ചമാക്കി? യോഹന്നാൻ 8 അതിന്റെ 12ാമത്തെ വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ അവർ ജീവനുള്ള വെളിച്ചമാകും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 7ാമത്തെ വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് ഏത് വെളിച്ചമോ? അത് യേശു എന്ന വിളിച്ചോ. അത് എവിടേക്ക് വന്നുകൊണ്ടിരുന്നു? ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ എൻ്റെ അകത്ത് വെളിച്ചം വസിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ ഞാനൊരു കുഞ്ഞു വെളിച്ചമാകാനായി തുടങ്ങി. ഒരു വ്യക്തി എത്രത്തോളം ദൈവവചനം വായിക്കുന്നോ അത്രത്തോളം വെളിച്ചം ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു. ആത്മലോകം വെളിച്ചമാകുന്നു. ആ വെളിച്ചം ഒരാൾക്ക് കാണാൻ കഴിയണമെങ്കിൽ, ആ വെളിച്ചത്തിലായിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചത്തിൻ്റെ അളവുണ്ടാക്കണം. എങ്കിൽ മാത്രമേ വെളിച്ചത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ ആയിരിക്കുന്നതിനെ കാണാനേ കഴിയത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ വെളിച്ചത്തെ ആഗ്രഹിക്കുന്നവരാണ്, ആത്മലോകത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദൈവജനത്തോടൊപ്പം ആയിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് ഏറെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചമാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ വെളിച്ചം അവൻ നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ നിന്ന് ജനിച്ച ഓരോ വ്യക്തികളും അങ്ങനെയാണ് ആയിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആത്മലോകത്തിലെ പുതിയ അനുഭവങ്ങളിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിന്റെ പേര് കുമാരി എന്നാണ്. മരത്തേക്കരയിൽ നിന്നാണ്. ഈ സിസ്റ്ററിന്റെ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത സാക്ഷിയാണ് പറയാനുള്ളത്. 7 വയസ്സ് പ്രായമുള്ളപ്പോൾ മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈർക്കില് ഇടത്തെ കണ്ണില് പോയി. 7 വയസ്സുള്ളപ്പോ മുറ്റമടിക്കുമായിരുന്നു. ആ സമയത്ത് ഈർക്കിള് ഇടത്തെ കണ്ണിൽ പോയി. അതിനെ തുടർന്ന് കണ്ണിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 7 വയസ്സുള്ളപ്പോ മുതൽ. ഈ പബ്ലിക് മീറ്റിംഗിന് വന്ന് കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിന് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സൗഖ്യമായി എന്നാണ് പറയുന്നത്. എന്താ ചേച്ചിയുടെ പേര്? കുമാരി എന്നാണ് പേര്. എത്ര വയസ്സുണ്ട്? 56 വയസ്സ്. എന്ന് പറഞ്ഞ ഏകദേശം 49 കൊല്ലം മുമ്പ് കണ്ണിനകത്തൊരു ഈർക്കിളി പോയി. ഈർക്കിളി പോയതല്ല, മിറ്റടിച്ചുമ്പോ ഇങ്ങനെ കുത്തി പിടിച്ചായിരുന്നു. തുമ്പ് കൊണ്ടു. അന്ന് മുതല് കണ്ണിന്ന് വെള്ളം വരുമായിരുന്നു. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അത്ഭുതം പോലെ കണ്ടു. ആ വെള്ളം വരുന്നത് നിന്നുപോയി. 49 കൊല്ലമായിട്ട് കൊണ്ടു നടന്ന സാധനം ഇപ്പൊ ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതൊരു വലിയ കാര്യമാട്ടോ, സന്തോഷമുള്ള കാര്യമോ. 49 കൊല്ലം കൂടെ നടന്നയാളാണ്. അത് നമ്മളെ വിട്ടുപോയി. ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ സിസ്റ്ററിന്റെ പേര് ലീല എന്നാണ്. പാർലിക്കാടിൽ നിന്ന് വരുന്നു. ദൈവം കൊടുത്ത ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. കുറെ വർഷങ്ങളായിട്ട് സിസ്റ്ററിന് തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു, തൈറോയ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, വെള്ളം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് ലീഡേഴ്സ് അവരെ വിളിച്ചിരുന്നു. അപ്പോൾ വരാൻ പറ്റിയില്ല. നമ്മുടെ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടായി.
സൗഖ്യം ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. കഴിഞ്ഞ മാസം മീറ്റിങ്ങിന് വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം ഉണ്ടായി. എങ്കിൽ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. ആ കൈകളൊന്ന് അടിച്ചേ. ബ്രദർ, ഈ ബ്രദറിന്റെ പേര് ജോർജ് എന്നാണ്. തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ബ്രദർ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത്. കഴിഞ്ഞ നമ്മുടെ പബ്ലിക് മീറ്റിങ്ങിന് ബ്രദർ സപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ബ്രദറിന് ആ ബിസിനസ്സിനോട് സംബന്ധിച്ച് വലിയൊരു വർധനവ് ഉണ്ടാവുകയും ചെയ്തതെന്നാണ്. ഞാൻ ബ്രദറിനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ബ്രദറിനോട് ഒരു ദൂത് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്കൊരു ചില നന്മയുണ്ടാവുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ബ്രദറിനോട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നല്ലൊരു ഭാഗം സുവിശേഷയുടെ വിലയ്ക്ക് കൊടുക്കണം. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞ്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോഴേ സ്വർഗം മേളിൽ ചലിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ്, എല്ലാ മേഖലയും കുഴഞ്ഞു കിടക്കുക. ഞാൻ ഇതോട് പറഞ്ഞു തീരുമാനം എടുക്കാവോ, ഈ മാസം ബിസിനസ് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു യെസ് ബ്രദറെ ഞാൻ ചെയ്യും. ഇന്ന് തിരിച്ചു വരുമ്പോൾ മറുപടിയായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്ഭുതങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ കൈയടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വേദപുസ്തകത്തിൽ എനിക്കൊരു വാക്യം ഇഷ്ടമാണ്. ബലാൽക്കാരികൾ, ബാക്കി പറയാവോ നിങ്ങൾക്ക്? ബലാൽക്കാരികൾ ബലാൽക്കാരി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബലാൽക്കാരികൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ചിലതിനെ പിടിച്ചു പറിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ, ചിലതിനെ പിടിച്ചു പറയാൻ തയ്യാറായി നിൽക്കുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിലതിലേക്ക് കയറി ചെല്ലാൻ പോകും. താങ്ക് യു. ഈ വർഷം ധാരാളം ബിസിനസ് ഉണ്ടാകട്ടെ, വിനിയും വർധനവും ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു. ഇദ്ദേഹം പറയുന്നത് താൻ സ്നാനപ്പെട്ടതിന്റെ 2ാം ദിവസമാണ് ഈ ബിസിനസ് നടന്നത്. താങ്ക് യു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് നന്ദി പറയാം. ഇരുട്ടിലായിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുക. വെളിച്ചത്തിലായിരിക്കുന്ന ഒരാൾക്ക് ദൈവപ്രവൃത്തിയെ എളുപ്പത്തിൽ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകുന്നു. അനേകർ രോഗത്തിലും ഭാരത്തിലുമായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ആ ഇരുട്ടിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കോണം കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനമുള്ളവരായി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് മാറ്റട്ടെ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരാകട്ടെ, ശുശ്രൂഷകരാകട്ടെ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവവചനത്തിൻ്റെ ബോധ്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഓരോ ദിവസവും ക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കുന്നുവെന്നും, കർത്താവെ എൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കർത്താവ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പായി കേട്ട ഓരോ വ്യക്തികളും കർത്താവിൽ പുതിയ സൃഷ്ടി എന്ന വിധത്തിൽ കർത്താവെ അവരുടെ ആത്മീയ ലൈഫിനെ ക്രിസ്തുവിലുള്ള ബോധത്തിൽ പണിയുവാൻ തക്കോണം ഇടയാകട്ടെ. വെളിച്ചത്തിൽ നടക്കുന്നവരായി സകലത്തെയും കാണാൻ കഴിയുന്ന ആത്മാനുഭവങ്ങളുള്ളവരായി ഇവരോരോരുത്തരും മാറട്ടെ. അപ്പാ യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് നടത്തുന്ന, ഫ്രൂട്ട്സും അതേപോലെ പച്ചക്കറികളും ചേർന്ന് ബിസിനസ് നടത്തുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ആ കുടുംബത്തിന്മേൽ ആയിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പരസ്പരം ചേരാത്ത അനുഭവങ്ങൾ കർത്താവ് അതിൽ നിന്നെല്ലാം ആ കുടുംബത്തെ വിടുവിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചാട്ടേപ്പ, വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചാട്ടേപ്പ. പരസ്പരം ചേരാത്ത വിധത്തിൽ അവർ അകന്നു പോയെടുത്തു നിന്നും കർത്താവെ അവരുടെ ലൈഫിൻ്റെ വിള്ളലുകളെ മാറ്റിയാട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശകരം ദരേക്രു. അതേപോലെ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയെ കാണാം, ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ലൈഫിലായിരിക്കുന്ന തൻ്റെ നടുവിന് പറ്റിയൊരു ക്ഷതത്തെ തുടർന്ന് താൻ ശാരീരികമായിട്ട് തൻ്റെ ജോലി ചെയ്യുവാൻ തക്കവണ്ണം ഫിറ്റല്ലാതെ കൊണ്ടായിരിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുത കരം ആ ശരീരത്തെ തൊടുകയാണ്, സൗഖ്യമാക്കുകയാണ്. നടുവിന് ചില സമയത്തുണ്ടാകുന്ന സ്റ്റക്കായി പോകുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഇപ്പോഴാ സൗഖ്യം ചലിക്കട്ടെ അപ്പ,
ഇപ്പോഴാ സൗഖ്യം ചലിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ. അതേപോലെ 10 വയസ്സിൽ താഴെയുള്ളൊരു മോളെ കാണാം. ആ മോളുടെ വയറ്റിന് എപ്പോഴും വേദനയാണെന്ന് പറയുന്ന ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ആ വയറ്റിലായിരിക്കുന്ന പ്രയാസം മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് വേദനിക്കുന്നു എന്ന് പറയുന്ന ആ പ്രയാസം മാറിപ്പോകട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.